ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടോസ്റ്റർ ഉപയോഗിച്ച് എങ്ങനെ ബ്രെഡ് സാൻഡ്വിച്ച് തയ്യാറാക്കാമെന്ന് നോക്കാം. ബീഫ് മിക്സഡ് ബ്രെഡ് സാൻഡ്വിച്ചാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് സവാള കുക്ക് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സവാള നല്ല സോഫ്റ്റ് ആകുന്നതുവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പച്ചമുളക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ആഡ് ചെയ്യാം. വീണ്ടും ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സ്മെല്ല് മാറുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കണം. ഉപ്പും മഞ്ഞളും അല്പം മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച ഇറച്ചിയാണിത്. നന്നായി മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമുക്ക് വേണ്ട ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒരു ടോസ്റ്റർ എടുത്ത് അതിലേക്ക് നമുക്ക് അല്പം എണ്ണ തടവാം. എല്ലാ ഭാഗത്തും നല്ലപോലെ കൈകൊണ്ട് നമുക്ക് തടവി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ബ്രെഡ് പീസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായി അല്പം ഫില്ലിംഗ് കൂടി വെച്ച് കൊടുക്കാം. ഓരോ ടീസ്പൂൺ ഫില്ലിംഗ് വീതം വെച്ച് കൊടുക്കാം. നമുക്ക് എല്ലായിടത്തും ഫില്ലിംഗ് ഒരുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായി മറ്റൊരു ബ്രെഡ് കൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നിൻ്റെ മുകളിലേക്കായി മറ്റൊരു ബ്രെഡ് പീസ് കൂടി വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ ടോസ്റ്റർ അടച്ചു വെച്ച് ഓൺ ചെയ്യാം. നമുക്ക് അല്പസമയം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോസ്റ്റർ ഓൺ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് ഓരോന്നായി ടോസ്റ്ററിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ ചായയുടെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.